ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കിരൺ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രതീഷും അതുപോലെ തന്നെ ബൈജും കിരണിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അളിയൻ ഈ സമയത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം നോക്ക്. ഈ കുടുംബം എല്ലാവരും വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അളിയൻ മാത്രമുള്ളൂ ഒരു താങ്ങായിട്ടും തണലായിട്ടും. ഇന്നലെ വരെ ഈ കുടുംബത്തിലുണ്ടായിരുന്ന ദീപേച്ചിയാണ് ഇന്നില്ലാതായിരിക്കുന്നത്. നമ്മളെല്ലാവരും മനുഷ്യരല്ല അളിയ, നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ എല്ലാവരും ജീവനോടെ എല്ലാ കാലവും ഉണ്ടാവുന്ന അളിയന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ കിരൺ പറഞ്ഞിട്ടാ, എനിക്ക് എല്ലാം അറിയാടാ, പക്ഷെ പെട്ടെന്ന് പാവം പിടിച്ച ഒരു അമ്മ, ഇതുപോലെ പാവം പിടിച്ച ഒരു അമ്മ വേറെ ഉണ്ടാവൂടാ. ആ അമ്മക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നിടാ. പെട്ടെന്ന് ഒരു കുത്തായി പോയില്ലേ. മാത്രമല്ല മറ്റുള്ള ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ പാവം അമ്മ മരണത്തിലേക്ക് എടുത്ത് ചാടിയത്. കഴിഞ്ഞ ദിവസം എന്നെ രക്ഷിക്കാൻ വേണ്ടി കല്യാണിയുടെ അച്ഛൻ കുത്തേറ്റു. ഭാഗ്യത്തിന് അന്ന് കല്യാണിന്റെ അച്ഛൻ രക്ഷപ്പെട്ടു. അതുപോലെ ആ ഭാഗ്യം കല്യാണിന്റെ അമ്മേനെ തുണച്ചില്ലല്ലോടാ എന്ന് പറയുമ്പോഴേക്കും രതീഷ് പറഞ്ഞിട്ട്, സാറേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെല്ലാരും മനുഷ്യരല്ലേ, നമ്മളെല്ലാരും മരിക്കേണ്ടവരല്ലേ. ഓരോരോ സാഹചര്യത്തിൽ ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ശത്രുക്കൾക്കാർക്ക് ഇതുപോലെ സംഭവിക്കുന്നില്ലല്ലോ എന്നൊക്കെ കിരൺ പറയുന്നുണ്ട്. എനിക്ക് എന്തായാലും കല്യാണിനെ ഫേസ് ചെയ്യാനൊന്നും വയ്യ. അവള് നന്നായിട്ടൊന്ന് കരയട്ടെ, അതുവരെ ഞാൻ അവളുടെ അടുത്ത് പോകുന്നില്ല. സമാധാന വാക്കുകളൊന്നും അവളത്തെ ഇപ്പൊ പറഞ്ഞാലൊന്നും അവള് കേൾക്കില്ല. അവൾക്ക് അത്രമാത്രം വിഷമമാണ്. അവള് ചെറുപ്പം തൊട്ട് അവളുടെ അമ്മയല്ലേ ചിറകിനടിയിൽ വെച്ച് വളർത്തിക്കൊണ്ടുവന്നത് എന്ന് പറയുമ്പോ രതീഷ് പറയണ്ട, കിരൺ സാറെ ഞാനൊരു കാര്യം പറയട്ടെ, കിരൺ സാറൊക്കെ അവളെ കാണുന്നേക്കാളും മുമ്പ് ഞാനാണ് അവളെ കണ്ടത്. ഞാൻ കാണുമ്പോ തൊട്ട് അവളുടെ അമ്മ അവൾക്ക് എപ്പോഴും താങ്ങും തന്നിട്ട് അവളുടെ അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ജന്മം അവൾ ജീവിക്കാൻ കാരണം തന്നെ അവളുടെ അമ്മയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവളുടെ ആ ഒരു കഴുത്തി കിട്ടിയ മണി ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് അനങ്ങിയ അവർ ഓടി വരുമായിരുന്നു. വിഷു ഓണം ഒക്കെ ആകുമ്പോഴേക്കും അവൾക്കുള്ളൊരു പങ്ക് എടുത്തു വെച്ച് ഇരുട്ടത്ത് അവൾക്ക് ചോറ് വാരി കൊടുക്കുമായിരുന്നു. അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാണ്. ഞാനൊന്ന് അപ്പുറം വരെ ഒന്ന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ എഴുന്നേറ്റ് മുറ്റത്തേക്കൊക്കെ ഒന്ന് നടക്കുക കേട്ടോ. ആ സമയത്ത് രതീഷ് പറഞ്ഞിട്ട്, കണ്ടില്ലേ അളിയനെ അതൊന്നും താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ രതീഷ് ബൈജു പറയണ്ട, എങ്ങനെ താങ്ങാൻ പറ്റും, ആർക്കും താങ്ങാൻ പറ്റില്ല. പാവം പിടിച്ച ഒരു അമ്മയായിരുന്നു പാവം ദീപേച്ചി. എനിക്ക് ദീപേച്ചിയുടെ മുഖം മറക്കാൻ പോലും പറ്റുന്നില്ല. നമ്മളൊക്കെ മനുഷ്യരായത് ഈ കുടുംബത്തിൽ വന്ന് കയറിയ പിന്നെയാണ്. കിരണിന്റെയും കല്യാണിയുടെയും അതുപോലെ തന്നെ ദീപേച്ചിയുടെ കൂടെ കൂടിയ പിന്നെയല്ലേ രതീഷ് നമ്മൾ മനുഷ്യരെ പോലെ ചിന്തിച്ചത്. ഞാനൊക്കെ എന്ത് ദുഷ്ടനായിരുന്നു. എന്നെയൊക്കെ മാറ്റിയെടുത്തത് കിരണും കല്യാണിയും ഈ ദീപേച്ചി തന്നെയാണെന്ന് പറയുമ്പോ രതീഷ് പറയണ്ട്, ഞാനും അതെ, ഞാനും എന്ത് ദുഷ്ടനായിരുന്നു, എന്തൊരു കൊള്ളരുതാത്തവനായിരുന്നു ഞാന്. എന്നെ മാറ്റിയെടുത്തത് കിരണും കല്യാണിയൊക്കെ തന്നെയാണ്. എന്റെയും കാദംബരിയുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചത് ഇവരുടെ കൂടെ കൂടിയ പിന്നെയാണ്. പക്ഷെ ആ സമയത്ത് ഓരോരുത്തരായിട്ട് വിട്ടുപോണെന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ആ ഗംഗപ്രസാദിന് എന്റെ കൈ കിട്ടുന്ന ഞാൻ കൊന്നെടുത്താനെ. ഇന്നലെ കൊച്ചിന് ഒട്ടും വയ്യായിരുന്നടാ. ആ കൊച്ചിനെ കൊണ്ട് ഞങ്ങൾ എങ്ങനെയാ ഇങ്ങോട്ടേക്ക് വരാന്ന് ഓർത്തിട്ടാണ്. എന്നാ കൊച്ചിന് പനിയല്ലേ, പനി മാറിയിട്ട് നിശ്ചയത്തിന് വരാലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ കിടന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾ അവിടെ നിൽക്കില്ലായിരുന്നു. കാദംബരി ഇന്നലെ ഫുള്ളും പറയായിരുന്നു ചേച്ചിയുടെ അനിയത്തിനും കൂടെ നിൽക്കണമെന്ന് അവർക്ക് വാശിയായിരുന്നു. പക്ഷെ കുഞ്ഞിന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേണ്ട, കൊച്ചിന് സുഖമില്ലാത്തതല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പിടിച്ചു നിർത്തിയത്. വേണ്ടായിരുന്നു, ഞങ്ങൾ ആരെങ്കിലും ഒരാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു എന്ന് പറയാണ്. ബൈജുവും അങ്ങനെ കരയുന്നുണ്ട്, രതീഷും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നീട് കാണിക്കേണ്ടത് പ്രകാശിനെയാണ്. പ്രകാശിനെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കല്യാണി റൂമിൽ തന്നെ കരച്ചിലാണ്. കാദംബരിയും അതുപോലെ തന്നെ കാർത്തികയൊക്കെ പ്രകാശിന്റെ കൂടെ തന്നെയാണ് കേട്ടോ. പ്രകാശൻ പറയണ്ട്, നിങ്ങൾക്കറിയാവോ അവളെ ഞാൻ കല്യാണം കഴിച്ചപ്പോഴേക്ക് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അവളും എന്നെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ആദ്യം കാദംബരിന്റെ പ്രസവ സമയത്തും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അവളോട് സ്നേഹത്തിന് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടാമത് ഗർഭിണിയായത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞ ആ നിമിഷം തൊട്ടാണ് ഞാൻ അവളെ വെറുക്കാൻ തുടങ്ങിയത്. പിന്നീട് നിന്ന് ഞാൻ അവളെ സ്നേഹിച്ചിട്ടൊന്നുമില്ല. ഒരു കുഞ്ഞിന് വേണ്ടി ഒരു ജീവി, എനിക്കൊരു ആൺകുഞ്ഞ് തരാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ, അത് മാത്രമായിട്ടാണ് ഞാൻ അവളെ കണ്ടിരുന്നത്. അല്ലാതെ അവളെ സ്നേഹത്തോട് നോക്കോ, അവൾക്ക് സ്നേഹത്തോട് ഒരുക്കുള്ള ചോറ് കൊടുക്കോ, ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. വിക്രം ഉണ്ടായപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അവളെ ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കി. അവളെ മാത്രമല്ല കല്യാണി മോളെ ഏറ്റവും കൂടുതൽ ഒഴിവാക്കിയത്. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുക, നല്ല പ്രായത്തിലെല്ലാം വെറുത്തും വെറുപ്പിച്ചും ഞാൻ എന്താണ് നേടിയതെന്ന്. പാവം എന്റെ ദീപനെ എടുക്കണേക്കാളും ഫസ്റ്റ് എന്നെ എടുത്തുവിടുന്ന ക്രൂരന്മാരല്ലേ ഞാനും എന്റെ അമ്മയൊക്കെ, ആ വിക്രമൊക്കെ. ഞങ്ങളെയൊക്കെ എടുത്തിട്ട് പാവം ദീപനെ കൊണ്ടുപോയ പോരായിരുന്നോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് നെഞ്ചു പൊട്ടി കരയാട്ടോ പ്രകാശൻ. അതേസമയം ജയിലിലാണെന്നുണ്ടെങ്കിൽ വിക്രവും രാഹുലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുലിനോട് പറയുന്നുണ്ട്, രാഹുലെങ്കില് എനിക്ക് അവര് മരിച്ചു പോയതിൽ ഒരു വിഷമവും ഇല്ല.
പെൺമക്കളെ മാത്രം സ്നേഹിക്കുന്ന ഒരു അമ്മയായത്. അവര് മരിച്ചുപോയതിൽ എനിക്കൊരു വിഷമവും ഇല്ല അങ്കളെ എന്ന് പറയാണ്. എന്നിട്ട് അവരെ ദഹിപ്പിക്കാൻ സമയത്ത് എന്നെ വേണമെങ്കിൽ കൊണ്ടുപോകാന്ന് ഇവിടുത്തെ വാർഡൻ. ഞാൻ പറഞ്ഞു എനിക്കിത് അവരെ കാണുമൊന്നും വേണ്ടെന്ന്. അപ്പൊ രാഹുൽ പറഞ്ഞിട നിനക്ക് അവിടെ പോയിക്കൂടായിരുന്നോ? പോയിട്ട് അവിടുത്തെ സാഹചര്യമൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാലോ. എന്ത് സാഹചര്യം? പോലീസ് പ്രൊട്ടക്ഷനിലുള്ള ഞാന് അവിടെ പോയിട്ട് എന്തു ചെയ്യാനാ? എന്നാലും നമ്മുടെ ഗംഗേട്ടൻ എവിടെ ആയിരിക്കും അങ്കിളെന്ന് ചോദിക്കാണ്. അവനെവിടെയെങ്കിലും ഒളിവിലായിരിക്കുവാടാ. പക്ഷെ അവന് നിന്റെ അമ്മനെ കുത്തിയെന്നുള്ള ശരിയാണ്, പക്ഷെ അവന്റെ കുത്ത് പാളിപ്പോയല്ലടാ. കിരണോ കല്യാണിയോ ഒക്കെ ആയിരുന്നെങ്കിൽ പിന്നെ ഒരു സന്തോഷം ഉണ്ടായെന്ന് പറയുമ്പോ അത് ശരിയാ. കിരണും കല്യാണിയും കാർത്തികയൊക്കെ ആണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നേ. ഇവരിപ്പോ ജീവിതം ഒരുവിധം പകുതി കഴിഞ്ഞൊരു സ്ത്രീയാണല്ലോ. അതുകൊണ്ട് അവര് മരിച്ചാല് ഇപ്പൊ എല്ലാരും വിഷമിക്കും, നാളെ സമയത്ത് ആ വിഷമം അങ്ങോട്ട് ഇല്ലാതെ ആവത്തേ ഉള്ളൂ. എന്നാലും ഗംഗേട്ടന്റെ ആ പ്ലാനും പൊളിഞ്ഞു പോയല്ലോ. ഗംഗേട്ടൻ പുതിയൊരു പ്ലാൻ ഉണ്ടാക്കാതിരിക്കില്ല. എന്തായാലും അവളുടെ നിശ്ചയം മുടങ്ങിയല്ലോ, അത് മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം സന്തോഷത്തോടെ ഇരിക്കാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ മനോഹർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും സംസാരിക്കണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ എന്തോ പ്ലാൻ പണിയുന്നുണ്ട് രണ്ടും കൂടി ചേർന്നിട്ട് എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടുന്ന് പോകുക കേട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്ന വീണ്ടും കല്യാണിനെയാണ്. കല്യാണിനെ കുറിച്ച് പ്രകാശൻ മക്കളോടും ബാക്കി മക്കളോടും അതുപോലെ തന്നെ കിരണിനോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മോനെ നോക്ക് മക്കളെ, കല്യാണിന്റെ അടുത്ത് എപ്പോഴും ആള് വേണം കേട്ടോ. അവള് ആകെ നെഞ്ചു പൊട്ടി കരഞ്ഞോണ്ടിരിക്കുക. ഇതുവരെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. അവൾ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അവളെ നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിപ്പിക്കോ കഴിപ്പിക്കോ എന്തെങ്കിലും ചെയ്യും. പാവം അവള് താങ്ങാൻ പറ്റില്ല. അവൾക്ക് വല്ലാത്തൊരു വിഷമമാണ്. അവളുടെ കൂടെ എപ്പോഴും നിങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോ കിരൺ പറയുന്നുണ്ട്, അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെല്ലാരും അവളുടെ കൂടെ ഉണ്ട്. പക്ഷെ അവൾക്ക് ഇപ്പൊ ഈ സമയത്ത് ഏറ്റവും ആശ്വാസം അച്ഛൻ കൂടെ ഉള്ളത് തന്നെയാണ്. എനിക്ക് അവളുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും ഇല്ല മോനെ. അവള് അത് സഹിക്കാൻ പറ്റില്ലല്ലോ ആലോചിച്ചിട്ട്. ശരിയാച്ചാ, പക്ഷെ അമ്മ അവസാനം അച്ഛന്റെ കൈകളിലാണ് അവളെ ഏൽപ്പിച്ചിട്ട് മരിച്ചു പോണ മുമ്പ് അമ്മ എന്തൊക്കെയാ അച്ഛനോട് പറഞ്ഞത്? അവളെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവാണെന്നല്ലേ പറഞ്ഞത്. അച്ഛൻ തന്നെ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടത്. വേറെ ആളുടെ ആശ്വാസവാക്കുകൾ കേട്ടാലും അവള് ഓക്കെ ആവില്ല. പക്ഷെ അച്ഛൻ ആശ്വസിപ്പിക്കുകയാണെങ്കിൽ അവള് റെഡി ആകും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശൻ കല്യാണിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ കല്യാണിക്ക് പ്രകാശനെ കെട്ടിപ്പിടിച്ച് കരയാട്ടോ. ശേഷം കല്യാണി പെട്ടെന്ന് തന്നെ കണ്ണൊക്കെ തുടക്കുകയാണ്. ഇല്ലച്ചാ, ഞാനിത് വെറുതെ വിടില്ല. ഇത്രയും നാള് ഞാൻ ആരെയും ദ്രോഹിക്കോ പിടിക്കോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇനി ആ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞവന് അവന്റെ കൂടെ കൂടിയേക്കണ ആ സ്റ്റെഫി എന്ന് അവളെ ഏതൊക്കെ വിധേനെ ഇല്ലാതാക്കാവോ അങ്ങനെ ഞാനും ചെയ്യും. ഇനി ആരുടെ ജീവൻ എടുക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോ പ്രകാശം പറഞ്ഞു, മോളെ നീ ഒന്നും ചെയ്യണ്ട, അച്ഛനില്ലേടി ഇവിടെ. അച്ഛനുള്ളിടത്തോളം കാലം നിങ്ങൾ ആരും ജയിലിൽ പോകേണ്ടെന്ന് വരില്ല. ഇതൊക്കെ അച്ഛൻ നിനക്ക് തരുന്ന വാക്കാണ്. നോക്ക ഗംഗപ്രസാദ് ഇവിടെ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും അച്ഛനെ കാലിലേക്ക് വയ്യായിരിക്കും, പക്ഷെ അച്ഛൻ അവനെ ഇല്ലാതാക്കിയിരിക്കും എന്നൊക്കെ പറയണം. അങ്ങനെ ഗംഗപ്രസാദിനെ ഇല്ലാതാക്കാൻ വേണ്ടി കല്യാണിയും പ്രകാശനും അതുപോലെ തന്നെ കിരണും കൂടി ഒന്നിച്ച് യാത്ര ചെയ്യണ ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.